നമസ്കാരം. ഇന്ന് നമ്മൾ അതിഥിയായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായിരുന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്യാം ലൈജു ആണ്. അപ്പോൾ നമുക്കിന്ന് ശ്യാം ലൈജുവിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. ശ്യാം ഒരുപാട് എനിക്ക് ദീർഘകാലമായിട്ട് ഈ പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ്. എന്താണ് ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാനുള്ള കാരണം? എന്താണ് പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുന്നതിനുള്ള പ്രധാന കാരണം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഈ സമൂഹത്തിൽ അധസ്ഥിതരായിരിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് ചെയ്യണം എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ പൊതുപ്രവർത്തന രംഗമായിട്ട് സജീവമാകുന്നത്. ഈ ശരിക്കും നമ്മൾ ഈ പൊതുപ്രവർത്തന രംഗത്ത് എന്ന് പറയുമ്പോൾ വിവിധ സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷെ പല സ്ഥലങ്ങളിലും മറ്റ് മുന്നണികളെ ഒന്ന് ഞെട്ടിച്ചുകൊണ്ട് ഒന്നാമതെത്താൻ സാധിച്ചിട്ടുണ്ട് ചില മേഖലകളിലൊക്കെ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പൊതുജനങ്ങൾക്കിടയിൽ ഇത്രയും സ്വീകാര്യനായി മാറിയത്? എങ്ങനെയാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ നമ്മുടെ സഹജീവികളാണ്, നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ പോലെ തന്നെയാണ് നമ്മളോടൊപ്പമുള്ള ജാതി മതത്തിനതീതമായിട്ട് നമ്മുടെ ജനങ്ങളെ, മനുഷ്യരെ നമ്മൾ കാണേണ്ടത്. പക്ഷേ ഇന്ന് സാമൂഹ്യ വ്യവസ്ഥയിൽ പല രീതിയിൽ ജാതിപരമായിട്ട് മതപരമായിട്ട് മനുഷ്യനെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്തുക എന്നുള്ളത് പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു കുതന്ത്രമാണ്. അപ്പോൾ ആ കുതന്ത്രങ്ങൾക്ക് ഇടയിലാണ് ഇന്ന് മനുഷ്യൻ ജീവിച്ചു പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്നെ നമ്മൾ സ്നേഹിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ, മനുഷ്യരെ നമ്മൾ മനുഷ്യരായി കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും നമുക്കൊപ്പം, നമ്മളിൽ ഒരാളായി നമ്മളോടൊപ്പം ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മുടെ സഹജീവികളായിട്ടുള്ള നമ്മുടെ മനുഷ്യരെ, നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സ്വന്തം സഹോദരങ്ങളായി കണ്ട് സ്നേഹിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വോട്ടായി മാറും. അത് നമ്മുടെ സമൂഹത്തിൽ നമുക്കതൊരു മാതൃകയാക്കി കാണിച്ചു കൊടുക്കാൻ പറ്റും. എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നുള്ള ഒരു സങ്കല്പം നമുക്ക് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ടൊരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയുണ്ട്, കള്ളിക്കാട് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നൊരു സ്ഥാപനം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ തന്നെ ഈ നിർധനരായ നിരാലംബരായ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ചില വലിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തിയത്? വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തിയത് തന്നെ ഇപ്പോൾ എൻ്റെ പപ്പ കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ കൂലിപ്പണി ചെയ്ത് കഷ്ടപ്പെട്ടാണ് എന്നെ ഇതുവരെ, ഇപ്പം ഞാനിപ്പോൾ LLB കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ലായറായിട്ട് വന്നതുപോലും ആ കഷ്ടപ്പാടിൽ നിന്നാണ്. ഇപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ +2 ആയി, 10ാം ക്ലാസ് കഴിഞ്ഞ് +1 അഡ്മിഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെമ്പൂർ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ചെമ്പൂർ സ്കൂളിൽ പോയ സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ പപ്പയ്ക്ക് അന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് എനിക്ക് 100 രൂപയാണ്, 2002-2003. അപ്പോൾ അവർ ചോദിച്ചത് 3000 രൂപയാണ്. 3000 രൂപ എന്ന് പറയുമ്പോൾ ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 3 ലക്ഷം രൂപയുടെ പവർ അന്നുണ്ട് ഈ 2004. അപ്പോൾ ഈ 3000 രൂപ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കള്ളിക്കാട് മോഡൽ കോളേജിൽ, പാരൽ കോളേജിലാണ് +2 പഠിച്ചത്. അപ്പോൾ ആ +2 പഠിച്ച സമയത്ത് +2 പഠിച്ചപ്പോൾ നമ്മളോടൊപ്പം ഒരുപാട് കഷ്ടപ്പെടുന്ന കുട്ടികളാണ് കൂടുതൽ. എനിക്ക് തോന്നുന്നു 10-30ഓളം വിദ്യാർത്ഥികൾ നമ്മളെ തമ്പി സാറിൻ്റെ മോഡൽ കോളേജിലാണ് നമ്മൾ പാരലായിട്ടാണ് +2 ഓപ്പൺ സ്കൂളായിട്ടാണ് പഠിച്ചത്. അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഈ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വിചാരിച്ചു എന്തായാലും ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഫീൽഡിലോട്ട് പോയി. എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഫീൽഡിലോട്ട് പോകേണ്ട പ്രധാന കാരണം എനിക്കന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ഒരു അഡ്മിഷന് പോയപ്പോൾ ഇങ്ങനെയാണ് ഓരോരുത്തർ സമീപിച്ചത്, പണം എന്നുള്ള ഒരവസ്ഥ. അപ്പോൾ ആർക്കും പൈസ കൊടുക്കാതെ വിദ്യാഭ്യാസം ചെയ്യാൻ പല കോളേജുകളിൽ അഡ്മിഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പല കോളേജുകളിലും പോയി ബാർഗെയിൻ ചെയ്ത്, ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് ഒരു വർഷം 1 ലക്ഷം രൂപയാണ് ഫീസെങ്കിൽ ഞാൻ വൈകുണ്ഠ ഇൻ്റർനാഷണൽ അഡ്മിഷൻ ഗൈഡൻസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. ആ സ്ഥാപനം വഴി ഇന്നും വർഷം 20,000 രൂപയ്ക്കാണ് BTech എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ ഇന്ന് ഞാൻ എടുത്തു കൊടുക്കുന്നത്. 4 വർഷം പഠിച്ചിറങ്ങുമ്പോൾ ആ കുട്ടിക്കാവുന്നത് 80,000 രൂപയാണ്. ഇന്നും എനിക്ക് പല കോളേജുകളിൽ ഏത് കുട്ടി വന്നാലും എനിക്ക് ആ അഡ്മിഷൻ ചെയ്യാൻ ഇന്ന് സാധിക്കുന്നുണ്ട്. 4 വർഷം കൊണ്ട് BTech എഞ്ചിനീയറിംഗ് വെറും 80,000 രൂപയ്ക്ക് പഠിപ്പിച്ചിറക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക്, ഇപ്പോൾ നന്ദൻ ചേട്ടൻ ചോദിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കടന്നു വന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പിള്ളേർ ഏകദേശം പോകുന്നത് ഒന്നുകിൽ ഇന്ത്യക്ക് പുറത്ത്, അല്ലെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനം വിട്ട് തൊട്ടടുത്ത തമിഴ്നാടോ അല്ലെങ്കിൽ ബാംഗ്ലൂരു അല്ലെങ്കിൽ ആന്ധ്രയൊക്കെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് ഉള്ളത്. അപ്പോൾ അതിനൊരു മാറ്റം വരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി അങ്ങോട്ട് സ്കിൽ ഇന്ത്യയാണ്. അപ്പോൾ സ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള നാഷണൽ സ്കിൽ ക്വാളിഫൈഡ് ഫ്രെയിംവർക്ക് നമ്മുടെ BVOC VHSCയുടെ ഹയർ ഡിഗ്രി വൊക്കേഷണൽ ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ആദ്യം ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജ് തുടങ്ങിയത്. ഇന്ന് നമ്മൾ ഗവൺമെൻറ് ഓഫ് കേരളയുടെ LBSൻ്റെ എല്ലാ സ്കിൽ കോഴ്സുകളും
എൻ്റെ കോളേജിൽ ലഭ്യമാണ്. അതുപോലെ നിർധനരായിട്ടുള്ള ഒരു നിവൃത്തിയില്ലാത്ത ഒരുപാട് കുട്ടികളെ അവിടെ സൗജന്യമായിട്ട് ഒരു പൈസ ചിലവില്ലാതെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹോണ്ട ഇന്ത്യ ഫൗണ്ടേഷനുമായിട്ട് ചേർന്നുകൊണ്ട് കഴിഞ്ഞ വർഷം 50 വിദ്യാർത്ഥികൾക്ക് GDA കോഴ്സ് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് ചെയ്തു. ഇത്തവണയും ഇപ്പോൾ കഴിഞ്ഞ മാസം 50 വിദ്യാർത്ഥികളെ പൂർണ്ണമായിട്ടും ഒരു പൈസ വാങ്ങാതെ 50 പേരെ പൂർണ്ണമായിട്ടും പഠിപ്പിച്ചിറക്കി. അതുപോലെ പ്രധാനമന്ത്രിയുടെ സങ്കല്പ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് ഓഫ് കേരള കേസുമായി സഹകരിച്ചുകൊണ്ട് എൽഡർലി കെയർ കമ്പേണിയൻ എന്ന് പറയുന്ന, അതായത് വയസ്സായ ആൾക്കാരെ നോക്കാൻ വേണ്ടിയിട്ടുള്ള, ആൾക്കാരെ നോക്കുന്നതിന് വേണ്ടിയിട്ട്, അതിന് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് 30 വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് അവരെ 30 പേരെയും പ്ലേസ്മെൻറ്റ് നേടിക്കൊടുക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്വാഭാവികമായി ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടമാണ്. താങ്കളുടെ പേര് പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് അരുവിക്കരയിലും പാറശാലയിലും താങ്കളുടെ പേര് പരിഗണിക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് മുന്നണിയുടെ ഭാഗമായിട്ടാണ് താങ്കളിപ്പോൾ നിൽക്കുന്നത്? NDAയുടെ ആണോ അതോ? ഇപ്പോൾ നിലവിൽ NDA മുന്നണി, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വം നൽകുന്ന, അമിത്ഷാജി നേതൃത്വം നൽകുന്ന നമ്മുടെ NDAയുടെ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിലവിൽ നിൽക്കുന്നത്. കഴിഞ്ഞ പൂവച്ചൽ ജില്ലാ ഡിവിഷനിൽ മത്സരിച്ചപ്പോഴും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് മത്സരിച്ചത്. നിങ്ങൾ ഘടകകക്ഷിയാണ്. നമ്മളിപ്പോൾ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖർജി നേതൃത്വം കൊടുക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് ദേശീയ തലത്തിൽ NDAയുടെ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഈ 2 മണ്ഡലങ്ങളിലേക്ക് താങ്കളുടെ പേരുകൾ പരിഗണിക്കുന്നതായുള്ള വാർത്തകൾ സ്വാഭാവികമായും വരുന്നുണ്ട്. അപ്പോൾ ഒരു നിയമസഭയിലേക്കുള്ള മത്സരം എന്ന് പറഞ്ഞാൽ ഒട്ടും നിസ്സാരമല്ല. അപ്പോൾ ഏത് മണ്ഡലത്തിലാണ് ഈ പറയുന്നത് താങ്കൾക്ക് കുറച്ചുകൂടി രാഷ്ട്രീയപരമായ സ്വാധീനമുള്ളത്? ഏത് മണ്ഡലങ്ങളിലാണ്? ഇപ്പോൾ സ്വാധീനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ പേര് നന്ദൻ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ പാറശാലയും അരുവിക്കരയൊക്കെ ഇങ്ങനെ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പാറശാലയും അരുവിക്കരയും തന്നെയാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ. ഇപ്പോൾ അരുവിക്കരയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൂവച്ചൽ ജില്ലാ ഡിവിഷനിൽ ഇപ്പോൾ മത്സരിച്ചു. അപ്പോൾ അവിടെ ഏകദേശം 1.5 പഞ്ചായത്തിൽ നിന്നും 10,000-ലധികം വോട്ടുകൾ എനിക്ക് ക്രോഡീകരിക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എളുപ്പം എനിക്ക് അരുവിക്കര നിയോജക മണ്ഡലം ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പം ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിൽക്കുന്നയാളാണ്. നാടിൻ്റെ പൊതുവായ വിഷയങ്ങൾക്കകത്തൊക്കെ ഇടപെടുന്ന ഒരു പഴയ ശ്യാമലാജിനെ നമുക്ക് ഓർമ്മയുണ്ട്. പല കാര്യങ്ങളിലും വളരെ കൃത്യമായി അഭിപ്രായം പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ സംസ്ഥാന ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പോൾ നന്ദൻ ചേട്ടൻ ചോദിച്ചത് LDF ഗവൺമെൻറ്റിൻ്റെ LDF ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഇപ്പോൾ ഒരു 2 മാസം കൊണ്ട് നടത്തുന്ന പ്രഹസനങ്ങളെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് കോലാഹലം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഹസനമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. കാരണം ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തെ പോലും അവരുടെ മതവികാരത്തെ പോലും വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് LDF ഗവൺമെൻറ് നടത്തി. LDF ഗവൺമെൻറ് ഒരുപാട് ഹിന്ദു സമൂഹത്തെ ആയാലും അതുപോലെ അവരുടെ മതവികാരങ്ങളെ പോലും ഒരുപാട് വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു മറുപടി തന്നെയായിരിക്കും. എന്തായാലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്ന് LDF ഗവൺമെൻറ്റിനെതിരെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ, നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരുടെ ഇടയിൽ വളരെയധികം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കുമ്പിച്ചൽ കടവ് പാലം നിർമ്മിച്ചിട്ട് അതൊരു വലിയ സംഭവമായിട്ട് ചിത്രീകരിക്കുന്നു. അതുപോലെ തന്നെ പല മേഖലകളിലും ഒരു ഉദ്ഘാടനത്തിൻ്റെ മാമാങ്കങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഇന്നലെയും അതുപോലെ തന്നെ ഒരു പാലത്തിൻ്റെ ഇങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് ഘട്ടം വന്നപ്പോൾ ലാസ്റ്റ് മൂവ്മെൻറ്റിൽ ഒരു ഉദ്ഘാടന മാമാങ്കങ്ങൾ കാണിച്ചുകൊണ്ട് അവരെന്തോ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് കാണിക്കുന്നത് പ്രഹസനങ്ങളല്ലാതെ ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് മുമ്പേ ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചാലും അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ജനങ്ങൾ ഇന്നും തൊഴിലില്ലാതെ അലയുന്നവരുണ്ട്. ഈ ഗവൺമെൻറ് തൊഴിൽശാലകൾ എന്തെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിൽശാലകളൊക്കെ വളരെ സീറോയാണ്. നേരത്തെ ഉണ്ടായിരുന്ന തൊഴിൽശാലകളൊക്കെ പൂട്ടിപ്പോയി എന്നുള്ളതല്ലാതെ ഇപ്പോൾ നമുക്കറിയാം കിറ്റെക്സ് കമ്പനി പോലും നമ്മൾ എറണാകുളത്ത് നിന്ന് എന്ത് ചെയ്തു, ഇവിടെ നോട്ടിച്ച് അത് തെലുങ്കാനയിലേക്ക് പോയി. അവിടെ എനിക്ക് തോന്നുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വലിയൊരു ജീവിത മാർഗ്ഗമായിട്ട് അതവിടെ മാറി. പക്ഷെ നമ്മുടെ നാട്ടിൽ തൊഴിൽ സംരംഭങ്ങളോ അല്ലെങ്കിൽ സാധാരണക്കാരെ കൈത്താങ്ങുന്ന അവരുടെ സ്വയം പര്യാപ്തരാക്കുന്ന രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും LDF ഗവൺമെൻറ് നടത്തിയതായിട്ട് കാണുവാനിടയില്ല. അപ്പോൾ അതിനൊക്കെ മാറ്റം വരണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ശ്യാമലാജു നമ്മൾ പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കൂടി നേരിടുകയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് കൂടിയുണ്ട്. എന്തായാലും സമൂഹത്തിൽ അറിയപ്പെടുന്നൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ
ശ്യാം മത്സരരംഗത്ത് തിളക്കമാർന്ന നേട്ടങ്ങളുണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.